ഇന്നത്തെ ഒരു എ ഐ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. എന്താണ് കാരണം? ഒരു മെഷീന് ചെയ്യാവുന്ന പല കാര്യങ്ങളാണ് നമ്മൾ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നാളെ മെഷീൻ വന്ന് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ സാധാരണ ആൾക്കാർക്ക് കൂലിപ്പണിക്കാർക്കെല്ലാം ജോലി കുറഞ്ഞതിൻ്റെ കാരണം? JCB പോലത്തെ മെഷീൻ വന്നപ്പം അവരാവശ്യമില്ല. ഈ JCB എടുത്ത് 10 പേരുടെ അല്ലെങ്കിൽ 20 പേരുടെ പണി JCB എടുത്ത് വെക്കും, മനുഷ്യൻ്റെ ആവശ്യമില്ല. ട്രാക്ടർ വന്നപ്പം ആൾക്കാരുടെ ജോലി പോയി. ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാം, തടിമില്ലുകളിൽ ആനയായിരുന്നു തടി പിടിച്ചുകൊണ്ടിരുന്നത് പല സ്ഥലത്തും. ഇന്ന് ആന തടിമില്ലില്ല. കാരണം എന്താണ്? ക്രെയിൻ വന്നു. കാരണം ആ ജോലിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് മെഷീൻ വന്നു. ഇതാണ് AI വരുമ്പം വരുന്നത്. AI വരുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട മനുഷ്യന് നമ്മൾ ചെയ്യേണ്ട മാത്തമാറ്റിക്സിന് AI മതി, നമ്മൾ മനുഷ്യന് ആവശ്യമില്ല. ഡ്രോയിങ്ങിന് മനുഷ്യന് ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെക്കാൾ പെർഫെക്റ്റായിട്ട് AI ചെയ്യും. AIക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നമ്മൾ മാസ്റ്റർ ആകുക. AIക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണ്? ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യനെ ഡീൽ ചെയ്യുക. മനുഷ്യനുമായിട്ട് ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ മെഷീന് പറ്റിയല്ല. മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് നമ്മൾ ഒരു സൊസൈറ്റി സ്കില്ല് പഠിച്ചെടുക്കുക. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിക്കകത്ത് AIക്ക് ഒരു പരിധികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എക്സസൈസ് കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത മാനങ്ങൾ ഇതിനകത്തുണ്ട്. അല്ല, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ വേണേൽ എഴുതി വെച്ചോ. ഞാനീ പറയുന്നത് എന്താണെന്നുള്ള കാര്യം ചിലപ്പോൾ ഒരു 3 വർഷം അതിൽ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു മനസ്സിലാവുള്ളൂ. അതായത് ഇവിടെയുള്ളതിൽ 95% ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു മെഷീന് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. അത് റീപ്ലേസ് ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. കമ്പനികളിൽ നിന്ന് 10,000 ആൾക്കാർ പുറത്തു വന്നുകൊണ്ടിരിക്കുക, 10,000. അതായത് ഇനിയുള്ള കാലത്ത് വേറൊരാളത് ജോലി തരുന്ന ആശ്രയിച്ച് ജീവിക്കാൻ വിചാരിക്കരുത്. അത് കിട്ടിയാൽ തന്നെ കംഫർട്ടബിളായിട്ട് ജോലി, എനി ടൈം പണി തെറിക്കാം, എനി ടൈം. പല ഇന്ന് IT സെഗ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും പറയുന്നത് ഓരോ ദിവസം പേടിച്ചിട്ടാണ് മെയിൽ ഓപ്പൺ ചെയ്തത്. പണി തെറിച്ചു മെയിലിനകത്ത് വരും, അത്രയേ ഉള്ളൂ. സംസാരം പോലും ഇല്ല, ഔട്ട്, യു ആർ ഔട്ട്. നമ്മൾ വീട്ടിലിരുന്ന്, കാരണം ഇന്ന് പലരും വർക്ക് ഫ്രം ഹോമാണ്, കഴിഞ്ഞു. നമ്മൾ ഡെയിലി വേസിനപ്പുറം ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മെഷീൻസിന് ചെയ്യാൻ പറ്റാത്ത ജോലികളിൽ മാസ്റ്റർ ചെയ്യും. നമ്മളിവിടെ പ്രളയം വന്നില്ല, ആ പ്രളയം വന്ന സമയത്ത് പുറത്തിറങ്ങി നിന്നിട്ട് അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിലൊരു സ്പൂണാണ് ഇരിക്കുന്നതെങ്കിൽ ആ സ്പൂണിനകത്ത് കൊള്ളാവുന്ന വെള്ളം മാത്രമേ നമ്മുടെ കിട്ടുള്ളൂ. ആദ്യം നമ്മൾ വളരെ കുറച്ചായിട്ട് ചിന്തിക്കാതിരിക്കൂ. നമ്മൾ ചിന്ത വലുതാക്കുക. ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് വെക്കുക. നോ കേൾക്കുമ്പം വരുന്ന റിജക്ഷൻ വരുമ്പം ഉണ്ടാകുന്ന നമ്മളുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെയാണെങ്കിൽ 10 പേര് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11ാമത്തെ യേസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ബ്രെയിനിനെ തോൽപ്പിക്കണം. ബ്രെയിനിനെ നമ്മൾ കോച്ച് ചെയ്യാൻ പഠിക്കണം. ചെയ്യാൻ ടഫാണെന്ന് വിചാരിച്ചിട്ടുള്ള സാധനം ചെയ്ത് തോൽപ്പിക്കണം. ഏറ്റവും നമുക്ക് വിചാരിച്ച നടക്കുകയില്ല, വഴങ്ങലെന്ന് തോന്നുന്ന സാധനം ചെയ്ത് വിജയിക്കണം. ഇങ്ങനെ ചെയ്യണം. മറ്റുള്ള ആൾക്കാർ നിന്നെക്കൊണ്ട് നടക്കുകയില്ല എന്ന് പറയുന്ന സാധനം ചെയ്ത് വിജയിക്കണം. ഇങ്ങനെയാണ് നമ്മൾ വിജയിക്കുക. ഇങ്ങനെയാണ് നമ്മളെ കോച്ച് ചെയ്തെടുക്കണം. നമ്മളെ പുറത്തുനിന്ന് നമ്മളുടെ ഉള്ളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു ജയൻ്റ് ഉണ്ട്. ഇവനെ ഉണർത്തിയെടുത്താൽ എന്ത് സംഭവിക്കും? ഒരു ദിവസം ഡെയിലി ടു ഡു ലിസ്റ്റ് ഇന്ന് ചെയ്ത് തീർക്കേണ്ടതെന്ന് പേപ്പറിലൊന്ന് എഴുതുക. വൈകുന്നേരം ഇരുന്ന് ടിക്കുക. ചെറിയ കാര്യമായിരിക്കും. കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വിജയിക്കുക. വലിയ കാര്യങ്ങൾ ആദ്യം ചെയ്ത് ഭയങ്കര അമാനുഷിക ശക്തിയുള്ളവരൊന്നും അല്ല ലോകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്ത ആൾക്കാരാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ ചുമ്മാ ചെറിയ കാര്യങ്ങളായിരിക്കും എഴുതി വെച്ചിട്ട് വൈകുന്നേരം ഇരുന്ന് ടിക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഏറ്റവും സിമ്പിളായിട്ട് ഒരാൾക്ക് വിജയിക്കാൻ പറ്റുന്നൊരു മെക്കാനിസമാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതാർക്കാ ചെയ്യാൻ പറ്റാത്തത്? രാവിലെ ഇന്ന് വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യം പേപ്പർ എഴുതുക, വൈകുന്നേരം ഇരുന്ന് ടിക്ക് ചെയ്യുക. നിങ്ങൾ 10 എണ്ണത്തിൽ 10 ടിക്ക് ചെയ്യുന്ന ദിവസം നിങ്ങൾ ചാമ്പ്യനാവും, ഒരു സംശയവും ഇല്ല.